കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിക്ഷേപകരുടെ ഇടയിലും തന്നെയും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ അവർ സൈക്കോളജിയിലും പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ കാര്യങ്ങൾ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ കമ്പനികൾ, പല കമ്പനികളും പ്രൈവറ്റ് സെക്ടറിലുള്ള പല കമ്പനികളും ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ IPOയുമായിട്ട് മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ NFOകളും മറ്റും കാണുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ NFOകളുമായിട്ട് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ നിലവിലുള്ള കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ പുതിയ പേരുകളിലും പുതിയ കാറ്റഗറിയിലൊക്കെ ആയിട്ട് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ NFOയുമായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനൽ അഡ്വൈസ് ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്ന NFOകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള തരത്തിലുള്ള കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ 10 രൂപയ്ക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് പല മാർക്കറ്റിംഗ് ഏജൻസികളും അഡ്വൈസേഴ്സും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇതേപോലെയുള്ള ഫണ്ടുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ നിങ്ങൾ നടത്താൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഇതേപോലെ അവൈലബിൾ ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഫണ്ടുകളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോട്ടിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ട് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത BSE 1000 ഇൻഡെക്സ് ഫണ്ട്. ഈ പേരിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1000 കമ്പനികളിൽ ആണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ എടുത്താൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ പല സമയങ്ങളിലും 30 മുതൽ 60 സ്റ്റോക്ക് വരെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ പർട്ടിക്കുലർ ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1000 കമ്പനികളിലാണ്. ഇന്ത്യയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1000 കമ്പനികളിലാണ് ഈ പണം അവർ നിക്ഷേപം നടത്തുന്നത്. അപ്പം നിങ്ങളുടെ കൈവശം ഒരു 500 രൂപയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫണ്ടിൽ ഒരു 500 രൂപ നിക്ഷേപം നടത്തിയാൽ ഇന്ന് ഇന്ത്യയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1000 കമ്പനികളുടെ ഷെയറുകളിൽ നിങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ലഭിക്കും. അതാണ് ഈ ഫണ്ടിൻ്റെ പ്രത്യേകത. ഇതിനു മുന്നേയും പല ഫണ്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. 500 കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒട്ടനവധി ഫണ്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, അത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ തന്നെയും, അപ്പോൾ അവർക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഇൻഡെക്സുകളാണ്. BSE സെൻസെക്സ്, അതായത് 30 ഷെയറുകൾ, നിഫ്റ്റി 50, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള 50 കമ്പനികളാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഈ 2 ഇൻഡെക്സിൻ്റെ ബേസിസിലാണ് നോർമലായിട്ട് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പല സമയങ്ങളിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ BSE സെൻസെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് 30 കമ്പനികളിൽ, ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള 30 കമ്പനികളിലും, നിഫ്റ്റി 50നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള 50 കമ്പനികളിലുമാണ് ആ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ പർട്ടിക്കുലർ ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം, BSE 1000 ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1000 കമ്പനികളിലാണ് നിക്ഷേപം നടത്തുവാൻ പോകുന്നത്. 19 ജൂൺ വരെയും ഈ ഫണ്ടിൻ്റെ NFO ഓപ്പൺ ആണ്. ഈ ഫണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് നോക്കാം. സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട്, അതായത് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത് പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ്. ഇവിടെ ഫണ്ട് മാനേജറുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം അവരൊരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ആ പർട്ടിക്കുലർ സെക്യൂരിറ്റികളിൽ ആ ഇൻഡെക്സിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ആ ഇൻഡെക്സിൽ ഓരോ പർട്ടിക്കുലർ കമ്പനികളുടെ ഷെയറിന് ഒരു വെയിറ്റേജ് ഉണ്ടാവും. ആ സെയിം വെയിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള ചേഞ്ചസുകൾ വന്നാലും
ഒരു ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ നിക്ഷേപം നടത്തുവാനായിട്ട് ആ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോക്കുകളിൽ മാത്രമാണ് നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് സെലക്ഷൻ്റെ ആവശ്യം വരുന്നില്ല, ഡെയിലി ബേസിസിൽ പോർട്ട്ഫോളിയോ റീഅലോക്കേഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പാസീവായിട്ട്, അതായത് ഫണ്ട് മാനേജറുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇൻഡെക്സ് ഫണ്ടുകളുടെ മറ്റൊരു പ്രത്യേകത, മറ്റുള്ള ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, ഇപ്പോൾ BSE സെൻസെക്സോ അല്ലെങ്കിൽ നിഫ്റ്റി 50-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡൈവേഴ്സിഫിക്കേഷൻ, പോർട്ട്ഫോളിയോയിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളുണ്ടാവാം, അതോടൊപ്പം തന്നെ പല സെക്ടറിലുള്ള കമ്പനികളുണ്ടാവും. ഈ പർട്ടിക്കുലർ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം 1000 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഡൈവേഴ്സിഫിക്കേഷൻ ആണോ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആണോ എന്ന് എനിക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇൻഡെക്സ് ഫണ്ടിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഫണ്ട് ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നിശ്ചയമായിട്ട് അറിയാൻ സാധിക്കും. പോർട്ട്ഫോളിയോ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇൻഡെക്സ് ഫണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് ആണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ്, ഇതൊരു പാസീവ്ലി മാനേജ്ഡ് ഫണ്ട് ആയത് കാരണവും ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് മാനേജ് ചെയ്യുന്ന ഫണ്ട് ആയത് കാരണത്താലും നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് എല്ലാ സമയങ്ങളിലും ഏത് ഇൻഡെക്സിനെയാണോ ഇത് ബെഞ്ച്മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസിനേക്കാളും കുറഞ്ഞൊരു റിട്ടേൺസ് അല്ലെങ്കിൽ അതിന് ഏറ്റവും അടുത്തുള്ള ഒരു റിട്ടേൺസ് ആയിരിക്കും നമുക്ക് ലഭിക്കും. സാധാരണയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകൾ മാനേജ് ചെയ്യുമ്പോൾ എക്സ്പെൻസസ് ഉണ്ടാകാം, ട്രാക്കിംഗ് എറേഴ്സ് ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇൻഡെക്സ്, അതായത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിനേക്കാളും കുറഞ്ഞ ഒരു റിട്ടേൺ, അതിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺ ആണ് പലപ്പോഴും എല്ലാ ഇൻഡെക്സ് ഫണ്ടുകളും അതിൻ്റെ യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിലുള്ള നിഫ്റ്റി 50, സെൻസെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടുകൾ. അതിനുപരിയായിട്ട് ഓരോ പർട്ടിക്കുലർ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിസസിനെ ബേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റി 50 വാല്യൂ 20, നിഫ്റ്റി 200, ക്വാളിറ്റി 300, നിഫ്റ്റി 100 ലോ വോളറ്റിലിറ്റി 30, നിഫ്റ്റി 50 ഈക്വൽ വെയിറ്റ്, ഇതേപോലെയുള്ള ഇൻഡെക്സ് ഫണ്ടുകളും പലപ്പോഴും ഒരു തീമിനെ അല്ലെങ്കിൽ ഒരു സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ, IT ഇൻഡെക്സ് ഫണ്ട്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ, ഈ കാറ്റഗറിയിൽ വരുന്ന ഇൻഡെക്സ് ഫണ്ടുകളും ഉണ്ടാവാം. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ മോട്ടിലാൽ ഓസ്വാൾ BSE 1000 ഇൻഡെക്സ് ഫണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തിരഞ്ഞെടുത്ത 1000 കമ്പനികളുടെ ഷെയറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് പല കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളുണ്ടാവാം. ലാർജ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പനികളിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, അതേപോലെ തന്നെ എല്ലാ ഇൻഡെക്സ് ഫണ്ടുകളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഇൻഡെക്സിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് BSE 1000 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനാണ്. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിന് നിങ്ങൾക്ക് വെറും 500 രൂപ മാത്രമാണ് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് 500 രൂപ ഉണ്ടെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1000 കമ്പനികളുടെ ഷെയറുകൾ അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ 15 ദിവസത്തിന് മുന്നേ ആണ് നിങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുന്നതെങ്കിൽ 1% എക്സിറ്റ് ലോഡ് ആപ്ലിക്കബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ നമുക്ക് 1000 കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരവസരം നമുക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 94% വരെയും എക്സ്പോഷർ വരുന്ന കമ്പനികളിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. ഇതിൽ 159ഓളം കാറ്റഗറിയിൽ വരുന്ന ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഫണ്ട് നൽകുന്നതെന്നാണ്. മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് കമ്പനികളിൽ ഈ ഫണ്ട് നിക്ഷേപം നടത്തുന്നു. BSE 1000 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൻ്റെയും അതേപോലെ തന്നെ നിഫ്റ്റി 50യുടെയും ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ ഇതിൽ കാണുന്നത് കഴിഞ്ഞ 15 വർഷത്തിൽ ഏകദേശം 1% കൂടുതൽ BSE 1000 ഇൻഡെക്സ് നിഫ്റ്റി 50നെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺസ് കൊടുത്തു.
കഴിഞ്ഞ 5 വർഷത്തിൽ 3% കൂടുതൽ റിട്ടേൺസ് കൊടുത്തെന്നാണ് കാണിക്കുന്നത്. ഇയർ വൈസ് ഉള്ള റിട്ടേൺസ് നമ്മൾ പരിശോധിച്ചാൽ BSE സെൻസെക്സ് 1 ഇയറിൽ 8.66%, നിഫ്റ്റി ഏകദേശം 11% റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. 3 ഇയർ പീരീഡിൽ 18.72 15.56 5 ഇയർ പീരീഡിൽ 24.23 22.22%. 10 വർഷത്തെ കണക്ക് നമ്മൾ നോക്കിയാൽ BSE 1000 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ഏകദേശം 14%, നിഫ്റ്റി 50 ഏകദേശം 12%. 15 വർഷത്തിൽ BSE ഈ ഇൻഡെക്സ് ഏകദേശം 13.61%, നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ഏകദേശം 12.49% റിട്ടേൺസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഓവറോൾ നമ്മൾ നിഫ്റ്റി 50യുമായിട്ട് ഈ BSE 1000 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് കമ്പയർ ചെയ്താൽ മിക്കവാറും നമ്മളിവിടെ കമ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ പീരീഡിലും കൂടുതൽ റിട്ടേൺസ് നൽകിയിരിക്കുന്നത് ഈ BSE 1000 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഫണ്ട് എയിം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1000 കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു ഫണ്ട് ഹാൻഡിൽ ചെയ്യുക, വലിയ ഫണ്ട് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് 1000 കമ്പനികളിൽ ഉള്ള നിക്ഷേപം ട്രാക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കുന്ന എമൗണ്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഈ കമ്പനികളിൽ നിക്ഷേപം നടത്തുക. വെയിറ്റേജ് മാറിപ്പോയി കഴിഞ്ഞാൽ അവർ നിക്ഷേപം നടത്തുമ്പോൾ ഒരു കമ്പനിയിലുള്ള വെയിറ്റേജ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഫണ്ടുകൾ പല സമയത്തും കൺസിഡർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇതേപോലെയുള്ള NFOകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ പല സമയങ്ങളിലും സജസ്റ്റ് ചെയ്യാറില്ല. അതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇതേപോലെ 1000 കമ്പനികളിൽ നിക്ഷേപം നടത്താൻ പോകുന്ന ഒരു ഫണ്ടിന് വലിയൊരു AUM ജനറേറ്റ് ചെയ്താലാണ് ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഈ ഫണ്ടിൻ്റെ NFO ആണ്. ഈ NFOയിലൂടെ ഈ ഫണ്ട് എത്ര കോടി രൂപ കളക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. ഈ ഫണ്ട് 19-ാം തീയതി ക്ലോസ് ചെയ്തിരുന്നാൽ തന്നെയും ഒരാഴ്ചക്കകം ഈ ഫണ്ട് റീഓപ്പൺ ചെയ്യും. ഈ ഫണ്ട് റീഓപ്പൺ ചെയ്ത് 1-2 മാസങ്ങൾക്കിടയിൽ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഈ ഫണ്ട് എത്ര AUM അല്ലെങ്കിൽ എത്ര എമൗണ്ട് കളക്ട് ചെയ്തു. ഒരു 3 അല്ലെങ്കിൽ 6 മാസം ഈ ഫണ്ടിൻ്റെ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ചിലപ്പോൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഇത് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല NFOകളും നോക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേകത കണ്ട ഒരു ഫണ്ടിൻ്റെ NFOയെ കുറിച്ചുള്ള ഒരു വിവരം നിങ്ങൾക്ക് നൽകിയെന്നേ ഉള്ളൂ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായവും അഡ്വൈസും എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപം നടത്തുക. ഈ ഫണ്ട് 1000 കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നു എന്നൊരു കാരണത്താൽ ഇത് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ് ആയിട്ട് വരണമെന്നില്ല. തീർച്ചയായിട്ടും റിസർച്ച് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.